എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പുഡിങ്ങാണ്. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വൈറ്റ് ബ്രെഡാണ് ഒന്നുകൂടെ നല്ലത്. ഇതിനി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കാൻ പോവാണ്. ഇതിൻ്റെ വശങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നന്നായിട്ട് പഴുത്തൊരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റ പഴമാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ഇനി പഴം ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ഈ ഒരു മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതായത് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ തന്നെ ഇത് പുറത്തെടുത്ത് വെക്കുക. അപ്പോൾ മുട്ട 2 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാരമലൈസ്ഡ് മിൽക്കാണ്. അതായത് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഇതുപോലെ കാരമലൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പോളം പാല് വേണ്ടി വരും. അപ്പോൾ ആ ഒരു പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലും മുട്ടയും ഒക്കെ ചേർന്നിട്ടുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ഉരുക്കിയതാണ്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടറും നെയ്യും ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പാലാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് നിങ്ങൾക്ക് പീസുകളാക്കി ഇതുപോലെ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും ഒന്ന് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ഇഷ്ടമുള്ള എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഈ ഒരു പുഡിങ് ഇപ്പോൾ ഓവൻ ഇല്ലാതെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഓവൻ ഉള്ളവർക്ക് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പാൽ എത്ര ആയാലും കുഴപ്പമില്ല, ഒരുപാട് കൂടിപ്പോകരുത്. ഇതിങ്ങനെ എല്ലാം നന്നായിട്ട് കോട്ടായി കിട്ടുന്ന രീതിയിൽ വേണം പാൽ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ആ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറി കൂടി വെച്ചിട്ട് നമ്മളതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പഴം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പഴത്തിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ആപ്പിളൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പുഡിങ് ആവി കയറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ വരെ വേണ്ടി വരും ഈ ഒരു പുഡിങ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ അരമണിക്കൂർ ഇത് വെച്ച് ബേക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഈ ഒരു അടപ്പിലേക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം അതിൻ്റെ മുകളിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഒരു പുഡിങ് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഇത് സെയിം തന്നെ ഉണ്ടാക്കി. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പുഡിങ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കേക്ക് പോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമ്മൾ ബട്ടറും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ അപ്പോൾ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.